ഒരു ഭാഗത്ത് മലയാള സിനിമയിൽ നിന്ന് ലോകത്തോളം വളർന്ന് അറിയപ്പെടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായി വരുന്നു. അതിന് ലോകാടിസ്ഥാനത്തിൽ തന്നെ സ്വീകാര്യത കിട്ടുന്നു. ദിവസങ്ങളെ കൊണ്ട് തന്നെ 200 കോടിയിലധികം ക്ലബിൽ എമ്പുരാൻ കയറുന്നു. മറുഭാഗത്ത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച മലയാള സിനിമാ മേഖലയിലെ തന്നെ ഉന്നതരായ 2 വ്യക്തികൾക്കെതിരെ, 2 എന്നിപ്പോൾ പറയാം, കാരണം ഇപ്പോൾ 2 വ്യക്തികളുടെ പേരെടുത്തിട്ടാണല്ലോ നെക്സസ് പരിശോധിക്കണം എന്നൊക്കെ RSS പറയുന്നത്. ഓർഗനൈസർ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു. RSS തന്നെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഇവരെ ഡിഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളുമായി നിരന്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അവർക്കെതിരെ നിരന്തരം ബാക്ക്ലാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോദ്ര തീവപ്പ് കേസ്, ഇതൊക്കെ ഇവരുടെ സെർച്ച് ലിസ്റ്റിൽ വരുന്നു. ഇവരിതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുന്നു. ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. മലയാളികൾ ഈ ഒരു സിറ്റുവേഷനെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ്, ഐഡിയലായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് പറയുന്നത്? മലയാളികൾ ഇത് പഠിക്കാൻ ശ്രമിക്കാന്നുള്ളത്. പുതിയ കുട്ടികളും പുതിയ ആളുകളും ഇതറിയാത്ത ആളുകളൊക്കെ ഇതെന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തത്, എന്തായിരുന്നു ഈ ഹിഡൻ ക്യാം ഓപ്പറേഷനിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ, ഈ കേസുകൾക്ക് എന്താണ് സംഭവിച്ചത്, ഈ കേസുകളിൽ എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും അറിയാൻ ശ്രമിച്ചാൽ മതി. അപ്പം മനസ്സിലാവും എന്താണ് ഇവരുടെ റോൾ എന്നുള്ളത്. എങ്ങനെയാണ് ഗുജറാത്ത് വംശഹത്യാശ്രമം നടന്നത്, അതിന് തൊട്ട് പുറകെ എങ്ങനെയാണ് ഒരു 30ഓളം വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ ഗുജറാത്തിൽ അരങ്ങേറിയത്, ആ കൊലകളിൽ അന്ന് മരിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു, അവർക്കെതിരെ ചാർജസ് എന്തൊക്കെയായിരുന്നു, ആ കേസുകൾക്ക് എവിടെയാണ് എത്തിയത്, ആ ഏറ്റുമുട്ടൽ കൊലകളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിൽക്കാലത്ത് എന്താണ് പ്രതിഫലം കിട്ടിയത്, ഇതൊക്കെ അന്വേഷിച്ചാൽ മതി. ഇപ്പോൾ ഗോദ്ര കേസ് അന്വേഷിച്ച രാകേഷ് അസ്താന ഇന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്യ ജഫ്രി കൊടുത്ത പരാതിന്മേൽ സുപ്രീം കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ തലവനായിരുന്ന മുൻ CBI ഡയറക്ടർ RK രാഘവൻ പിന്നീട് എവിടെയാണ് പോയതെന്ന് അന്വേഷിച്ചാൽ മതി. ഗുജറാത്ത് വംശഹത്യാശ്രമം ഉണ്ടായിരിക്കുമ്പോൾ കീ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് പോലീസിനെ നിർവീര്യമാക്കി കൊടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥർ, പലരും പേരെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അത്ര ഓർമ്മയില്ല, അവർക്കൊക്കെ എത്ര തവണ സർവീസ് നീട്ടി കിട്ടി, പിന്നീട് എത്ര പ്ലം പോസ്റ്റുകളിലാണ് അവർ റിട്ടയർമെൻറ്റിന് ശേഷം നിയമിക്കപ്പെട്ടതെന്ന് അന്വേഷിച്ചാൽ മതി. സത്യസന്ധമായി ജോലി ചെയ്യാൻ ശ്രമിച്ച രാകേഷ് ശർമ്മയെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക്, രാകേഷ് ശർമ്മയാണോ പ്രദീപ് ശർമ്മയാണോ എനിക്ക് ഓർമ്മയില്ല, അവർക്ക് പിന്നീട് സർവീസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. അക്കാലത്ത് സർവീസിലുണ്ടായിരിക്കുകയും അക്കാലത്ത് ഈ പോലീസ് സേനയുടെ ഭാഗമായിരിക്കുകയും എന്നാൽ പിൽക്കാലത്ത് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പരസ്യമായിട്ട് പറയാൻ ശ്രമിക്കുകയും ചെയ്ത സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചതെന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ആളുകളത് മനസ്സിലാക്കിയ ആളുകൾക്ക് മനസ്സിലാവും ഏത് തരത്തിലാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തത്, ഏത് തരത്തിലാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നേതാക്കൾ, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന അമിത്ഷാ, രണ്ടുപേരും എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇത് വായിച്ച ആളുകൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് എത്ര കാലം ഉണ്ടാവും എന്നാണ് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിങ്ങനെ റിപ്പീറ്റഡായിട്ട് വരുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ചും ഈ പറയുന്ന ഭരണകൂടത്തെ സംബന്ധിച്ചും ഒരു പ്രശ്നമാണ്. അപ്പോൾ അവർ പരമാവധി ഇതിനെ പതുക്കെ എന്താ പറയുക വിസിബിൾ അല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് വിസിബിളാണ്. അതുകൊണ്ട് പുതിയ ആളുകൾ അത് പഠിക്കട്ടെ. അല്ലാതെ നമ്മൾ അവരെ മുൻധാരണയോടുകൂടെ ഇതിനകത്തേക്ക് നയിക്കണമെന്നില്ല. അവരുടെ മുമ്പിലുള്ള ഡീറ്റെയിൽസ് അവർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ് സംഭവിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ സംഘപരിവാർ ഈ സിനിമയെ നമ്മൾ വിമർശിക്കുമ്പോൾ പറയുന്നത് കാശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങൾ വിമർശിച്ചില്ലേ, കേരള സ്റ്റോറി വന്നപ്പോൾ വിമർശിച്ചില്ലേ എന്നൊക്കെയാണ് വിമർശിക്കുക. അതിനെ വിമർശിക്കുന്നത് വെച്ചാൽ അതിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നല്ല, അല്ലാതെ അത് പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ആരും ബഹളം കൂട്ടിയിട്ടില്ല. അത് ആ സംവിധായകൻ്റെ ഭാര്യ ആരും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല, അതൊന്നും ആരും ചെയ്തിട്ടില്ല. ഇത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുകൊണ്ട് ആ മനുഷ്യരത് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുപോലെ ചാവ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ സിനിമ ചിത്രീകരിച്ചതിനോ അത് പ്രദർശിപ്പിച്ചതിനോ ഇവിടെ ആരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത് ശരിയായില്ല, അല്ലെങ്കിൽ ചിത്രീകരിച്ചതോ പ്രദർശിപ്പിച്ചതോ ശരിയായില്ല എന്ന് പറഞ്ഞില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. എഡിറ്റ് ചെയ്താൽ പോലും ഇത് രാജ്യദ്രോഹമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നാട്ടുകാർക്ക് മനസ്സിലാവും. അതായത് ഒരു സിനിമയെ ഒരു ആർട്ട് വർക്കിനോട്, സിനിമ എന്നുള്ളതിനെ നമുക്ക് ജനറലി ഒരു ആർട്ട് വർക്ക് എന്നുള്ള നിലയിൽ എടുക്കുക, ഒരു കലാസൃഷ്ടിയോട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഭരണകൂടവും ഈ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സംഘപരിവാരവും റിയാക്ട് ചെയ്യുന്നത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും മനസ്സിലാവും. അപ്പോൾ അതവർക്ക് ഈ സിസ്റ്റത്തെക്കുറിച്ചും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ മനോഭാവത്തെക്കുറിച്ചും ഒരു ധാരണ കൊടുക്കും.
അത് വളരെ പോസിറ്റീവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇത്തരം കലാസൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാരായാലും അവരെ മാത്രമല്ല അവരുടെ ബന്ധുക്കളായ ആളുകളെ മുഴുവനും ആക്രമിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് എന്നും മനസ്സിലാവും. അതും വളരെ പോസിറ്റീവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.